സബ്സ്ക്രിപ്ഷൻസ്. അതായത് 19-20 വയസ്സാവുമ്പം നമ്മൾ പല സൈറ്റുകളും നമുക്ക് ബാൻഡ് ആയിട്ടുള്ള സൈറ്റുകളുണ്ട്, ഇതുണ്ട്. ഏജ് ഗ്രൂപ്പ് പറയുന്നുണ്ട് 18+ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ 19 വയസ്സുള്ള ആൾക്കാർ അല്ലെങ്കിൽ 20 വയസ്സുള്ള ആൾക്കാർ കാണുന്നതാണ് 299, 199 രൂപയ്ക്ക് കളർഫുൾ കണ്ടന്റ്സ് പെമ്പിള്ളേര് ധൈര്യമായിട്ട് ഇടുന്നു. 1.5 കോടി 2 കോടിയൊക്കെ ചിലരുണ്ടാക്കി സമ്പാദിക്കുന്നുണ്ട് പെമ്പിള്ളേര്. മാസം സാർ അതിലൊന്നും പെടരുത്, ഭാര്യ കാണുന്നുണ്ട്. വല്ലപ്പോഴൊക്കെ തുറന്നു നോക്ക്. അല്ല ഞാനത് അപ്പൊ അതിന്റെ സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ടല്ലേ? കൊള്ളാം കൊള്ളാം. ജെൻസി എന്ന് പറയുന്നത് നോക്കട്ടെ. ഫോൺ പിടിച്ച് വിരല് വളഞ്ഞിരിക്കുക. കുത്തി വിരല. എത്ര മണിക്കൂറൊക്കെ സോഷ്യൽ മീഡിയ പോവും? ഓരോ ദിവസത്തെ പോലെയൊക്കെ ഇരിക്കും. അപ്പം ചില ഇപ്പൊ ബുധനാഴ്ച ആണെങ്കിൽ ക്ലാസ് ഉള്ള ദിവസമല്ലോ, അപ്പൊ അങ്ങനെ ഒത്തിരി ക്ലാസ്സിൽ കൊണ്ടുപോകത്തില്ലേ ഈ സാധനം? ഇല്ലല്ലേ? തന്നെ നല്ല കാര്യം. ഓക്കെ. അപ്പൊ നിങ്ങൾ ആരും, നിങ്ങൾക്കെല്ലാം മൊബൈൽ ഫോൺ ഉണ്ടല്ലേ? അല്ല ഇനിയിപ്പോ അതും കൂടി ഇല്ലെന്ന് പറയരുത്. ഇല്ല, ആർക്കാരും ഫോണില്ല. ഞാനിപ്പോ നോക്കുമായിരുന്നു. എന്റെ ഡെയിലി ആവറേജ് എന്ന് പറയുന്നത് 6 മണിക്കൂർ 35 മിനിറ്റ് ആണ് കാണിക്കുന്നത് ഞാൻ ഫോൺ ഉപയോഗിക്കുന്നത്. അപ്പോ എന്തായാലും ലൈക്ക് ഒരു യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് അതിന്റെ ഡബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ക്ലോസ് ഒക്കെ തന്നെ ആയിരിക്കും. കാരണം ഞാൻ പോലും ഒരു ദിവസം 6.5 മണിക്കൂറാണ് കാണിക്കുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ അത്രയും തന്നെ ഉപയോഗിക്കാം. കൂടുതൽ മണിക്കൂർ ഉപയോഗിക്കുന്നവർക്ക് വല്ല മരുന്ന് കയ്യിലുണ്ടോ? എല്ലാരും കൂടി മരുന്നിന്റെ എന്റെ പുറത്തായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. അങ്ങനെയൊന്നുമില്ല. അതൊക്കെ സ്വയം നമ്മളിപ്പോ ഈ കൺട്രോൾ ചെയ്യണം. കൊറോണ സമയത്ത് ഈ മൊബൈല് എല്ലാ കുട്ടികൾക്കും പഠിക്കാനായിട്ട് കൊണ്ടു കൊടുത്തു. കൊറോണ സമയത്തല്ലേ? കൊറോണ സമയത്ത് അന്ന് തുടങ്ങിയതാണ്. ഇതിന് അഡിക്റ്റാണ്. അല്ല, ഭക്ഷണം കഴിക്കണമെങ്കിൽ പോലും ഇത് വേണം. അതായത് കുട്ടികള് വീട്ടുകാർക്ക് ജോലിക്ക് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഞാനടക്കമുള്ള ആൾക്ക് കഴുത്തുവേദന, കണ്ണുവേദന, ഉറക്കക്കുറവ്, എല്ലാവിധ രോഗങ്ങളും ഉണ്ടാവും. പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ മൊബൈൽ ഉപയോഗം തന്നെയാ. ഓക്കെ. അപ്പൊ താങ്കളുടെ ഒരു അവസ്ഥ എങ്ങനെയാ ഇപ്പം? ഞാൻ ആ കൊറോണ സമയം പറഞ്ഞപ്പോഴാ, കൊറോണ സമയത്ത് രക്ഷപ്പെട്ട ആളായിരുന്നു ഞാൻ. ബിക്കോസ് ആൾക്കാര് ഫുഡ് എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങി. അതായത് എല്ലാം വീട്ടിൽ തന്നെ പൊറോട്ട അടിക്കുന്നു, കേക്ക് ഉണ്ടാക്കുന്നു, എല്ലാം ഉണ്ടാക്കുന്നു. അപ്പൊ ഞാൻ അവരുടെ ഹെൽത്താ നോക്കിയത്, ഹൗ ബാഡ് ഇറ്റ് ഈസ്. അപ്പൊ ഞാൻ കൊറോണ സമയത്ത് ഒരു 30 days ഫ്രീ ഫിറ്റ്നസ് ചാലഞ്ച് വീഡിയോസ് പോസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് ആൾക്കാരിൽ എത്തുന്നത്. ആ സമയത്ത് കുറെ ഓൺലൈൻ എൻക്വയറീസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും എനിക്ക് ആ വീഡിയോ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് എനിക്ക് എൻക്വയറീസ് വന്ന് ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ എടുത്തിട്ടുണ്ടായി. ഇപ്പൊ ഓൺലൈൻ ക്ലാസ് അധികം എടുക്കുന്നില്ല. പിന്നെ ഞാനൊരു കാർ എടുത്തു, പിന്നെ ഞാനൊരു ജിം ഇട്ടു. അപ്പൊ അങ്ങനെ ആൾക്കാർക്ക് കുറച്ചും കൂടി നല്ല കാര്യങ്ങൾ ചെയ്തപ്പോ അക്സെപ്റ്റ് ചെയ്യാൻ ആൾക്കാരുണ്ട്. കൊറോണ സമയത്ത് തന്നെയാണ് ഞാൻ റീൽസ് ചെയ്ത് അങ്ങനെയാണ് മറ്റുള്ളവരിലേക്ക് എത്തിപ്പെട്ടത്. മോക്കൊരു ഫാനെ ഇവിടെ കിട്ടിയില്ലയോ? കിട്ടി. ശിവചക്രൻ ആകെ കാണുന്ന മോളുടെ പ്രോഗ്രാമേ ഉള്ളൂ അല്ലേ ശരിക്കും?